സൊമറ്റോസെൻസറി ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ വിവിധ തരത്തിലുള്ള സെൻസേഷൻസ്, ശാരീരികമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വേദനയുടെ രൂപത്തിലായിരിക്കാം, പെരുപ്പിൻ്റെ രൂപത്തിലായിരിക്കാം, വിശന്നിരിക്കുന്ന സമയത്ത് വയറ്റിൽ ചെറിയ എരിച്ചിലൊക്കെ തോന്നിയെന്നിരിക്കാം, തലയ്ക്ക് ചെറിയൊരു മരവിപ്പും മന്ദതയൊക്കെ വന്നെന്നിരിക്കാം, രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് നേരം ഒന്ന് നേരെ നിൽക്കാൻ ബുദ്ധിമുട്ട് വരും. ഇങ്ങനെ പലതരത്തിലുള്ള ശാരീരിക ലക്ഷണങ്ങൾ, ബോഡിലി സെൻസേഷൻസ് എല്ലാ ദിവസവും നമ്മൾക്ക് അനുഭവപ്പെടാറുണ്ട്. പക്ഷെ മിക്കവാറും ആളുകളൊന്നും ഇതിലോട്ട് അധികം ശ്രദ്ധിക്കാറില്ല. അഥവാ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അവരതിനെ മറികടന്ന് അടുത്ത കാര്യങ്ങളിലേക്ക് അങ്ങ് മുന്നോട്ട് നീങ്ങും. അവരുടെ നിത്യജീവിതത്തിലെ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും ഈ ബുദ്ധിമുട്ട് ബാധിക്കാറില്ല എന്നുള്ളതാണ്. പക്ഷെ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിലുണ്ടാകുന്ന ഈ വ്യത്യസ്ത സെൻസേഷനുകളിൽ ഏതെങ്കിലും ഒരു സെൻസേഷൻ അതിലോട്ട് അവരുടെ ശ്രദ്ധ പോകും. ശ്രദ്ധ അതിലോട്ട് പോയി കഴിഞ്ഞാൽ അതിങ്ങനെ കൂടിക്കൂടി വന്നൊരു വലിയ പ്രശ്നമായി മാറുന്നതായിട്ട് തോന്നും. ഉദാഹരണത്തിന് കാലിലൊരു പെരുപ്പ് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പൂർണ്ണ ശ്രദ്ധ പോയി കഴിയുമ്പോൾ കാലിലെ ആ പെരുപ്പ് ഇങ്ങനെ കൂടിക്കൂടി കാൽ അനക്കാൻ പറ്റുന്നില്ല, കാലിന് വേദന, ചലിക്കാൻ പറ്റുന്നില്ല, ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലേക്ക് വരും. കഴുത്തിലൊരു പെരുപ്പ് വരുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ കഴുത്ത് പിന്നെ അനക്കാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥയിലേക്ക് വരും. എന്നിട്ട് ഇതൊരു വലിയ അപകടത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് കരുതി അവർ പരിഭ്രമിക്കുന്ന ഒരു അവസ്ഥയും വരും. ഇപ്പോൾ ശരീരത്തിലെ ഏതെങ്കിലും ഒരു സാധാരണ ഒരു സംവേദനം തിരഞ്ഞെടുത്ത് അതിലോട്ട് പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതൊരു അപകടത്തിൻ്റെ ലക്ഷണമായിട്ട് കരുതി അസ്വസ്ഥപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഈ സൊമറ്റോസെൻസറി ആംപ്ലിഫിക്കേഷൻ.